വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം വരുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കാട്ടാനകൾ ഇങ്ങനെ കാട് കയറി പോകുന്നില്ല. അതിരപ്പള്ളിയിൽ ഇതാണ് പ്രശ്നമെങ്കിൽ ഉതുവടി എന്ന് പറയുന്ന പ്രദേശമാണ് ചേലക്കര. ആ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടാന വന്ന് വീടിൻ്റെ മുൻവശത്ത് കയറി നിൽക്കുന്ന, അവിടെ മുഴുവൻ കൃഷി അതുപോലെ തന്നെ ചുറ്റുമതിലൊക്കെ നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത്. എന്തായാലും ഏറെ നേരം പുലർച്ചെ 2:30 ഈ കാട്ടാന എത്തുന്നു, ഏറെ നേരം ആ മേഖലയിൽ തുടരുന്നു. ശേഷമാണ് ഇത് മടങ്ങിപ്പോകുന്നത്. അത് വീട്ടുകാർ ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മടങ്ങിപ്പോകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിരവധി തവണ നാട്ടുകാർ, ചേലക്കര ഉതുവടിയിലെ നാട്ടുകാർ നിരവധി തവണ പരാതി പറയുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. ഈ ആനകളെ എത്രയും പെട്ടെന്ന് കാട് കയറ്റണമെന്നൊരാവശ്യമാണ് ഈ ആളുകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അകമല അടക്കമുള്ള മേഖലയിലെ പ്രദേശത്തെ പ്രധാനപ്പെട്ട കാടുകളൊക്കെ ഉണ്ട്, ഉൾവനങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് തുരത്തിവിട്ടാൽ മാത്രമേ ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രശ്നം അതീവ ഗുരുതരമാണ്. ഈ ചേലക്കരയിലെ സാഹചര്യം അതിരപ്പള്ളിയിലെ സാഹചര്യത്തിന് സമാനം തന്നെയാണ്. മോഹനൻ എന്ന ഒരു കർഷകന് ഇത്തരത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു. ഇത് ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഉണ്ടായാൽ മാത്രമാണോ ഇങ്ങോട്ട് ഈ ചേലക്കര മേഖലയിലേക്ക് കൂടി ഈ വനംവകുപ്പിൻ്റെ അധികൃതരുടെ ശ്രദ്ധ പതിയൂ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഹാഷ്മി.